എടാ ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അർഡിനോ യൂനോയും EEPROM ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എടാ നീ അതിന് കഴിഞ്ഞ എപ്പിസോഡ് മുഴുവൻ കണ്ടായിരുന്നോ? എടാ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടായിരുന്നടാ. അതിൻ്റെ അകത്ത് 1 ബൈറ്റ് ഡാറ്റയല്ലേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ഈ ഒരു പ്രോജക്റ്റിലാണെങ്കിൽ 1 ബൈറ്റ് ഡാറ്റ മാത്രമല്ല, എനിക്ക് അതിൻ്റെ അകത്ത് വലിയ ബിഗ് ഇൻറ്റീജേഴ്സും അതേപോലെ തന്നെ സ്ട്രിങ്ങും ഫ്ലോട്ടും അതുപോലുള്ള പല ഡാറ്റ ടൈപ്സും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് അത് EEPROMൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് സംശയം. എടാ അതിനായിട്ടേ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ നിനക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് എങ്ങനെ ഒരു ഇൻറ്റീജർ, അതും 1 ബൈറ്റിന് കൂടുതലുള്ള ഒരു ഇൻറ്റീജർ EEPROMൽ സ്റ്റോർ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഹെഡർ ഫയർ ഇൻക്ലൂഡ് ചെയ്യണം. EEPROM.h #include EEPROM.h എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമ്മൾ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പം ഇനിയും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഡാറ്റാസ് ഒക്കെ EEPROMലേക്ക് ആദ്യം ആക്കും, എന്നിട്ട് അത് സീരിയൽ മോണിറ്റർ വഴി പ്രിന്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്യാം. സീരിയൽ ഡോട്ട് ബിഗൈൻ 9600 കൊടുക്കുന്നു, സെമിക്കോളം കൊടുക്കുന്നു. പിന്നെ നമ്മൾ EEPROM റീഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം EEPROMന്റെ ഡാറ്റ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ അർഡിനോയിലേക്ക് എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ജസ്റ്റ് നമുക്കൊരു വേരിയബിളിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു വേരിയബിൾ ഉണ്ടാക്കാം, ഒരു ഇൻറ്റീജർ വേരിയബിൾ ഉണ്ടാക്കാം. ഓക്കെ, ഇൻറ്റീജർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ഉണ്ടാക്കി. അപ്പം ഇനിയും ഞാൻ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് EEPROM ഡോട്ട് റീഡ് ആയിരുന്നു നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീഡിൽ 8 ബിറ്റ് അല്ലെങ്കിൽ 1 ബൈറ്റ് ഡാറ്റ മാത്രമേ സാധിക്കത്തുള്ളൂ സ്റ്റോർ ചെയ്യാനായിട്ട്. അർഡിനോ യൂനോയിൽ അർഡിനോ മെഗാ വരുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ യൂനോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതിനുള്ള ഒരു ഫംഗ്ഷനാണ് EEPROM.put എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. EEPROM.put എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ നമുക്ക് ഇൻറ്റീജർ മാത്രമല്ല ഏത് തരം ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും ഉള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. EEPROM.put എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു. ഓക്കെ, അഡ്രസ്സായിട്ട് ഞാൻ 0 ആണ് സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഞാൻ അഡ്രസ് ADRESS = 0 എന്ന് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഇനി ഈ അഡ്രസ്സ് ഇവിടെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ അഡ്രസ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡാറ്റ ഞാൻ ഇതിലേക്ക് ഇടുവാണ്. ഞാൻ തൽക്കാലത്തേക്ക് കൊടുക്കുന്നത് 800 ആണ്. നോർമലി ഒരു ഇൻറ്റീജറിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന അത്രയും ഡാറ്റ ഇതിൽ സ്റ്റോർ ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു സ്കെച്ച് അർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ അർഡിനോ ആ ഒരു EEPROMലെ ഡാറ്റ റീഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ / ഇടുവാണ്. / പ്രത്യേകത നിങ്ങൾക്കറിയാം, അത് കമൻസ് ആണ്. കമൻസ് എന്ന് പറയുമ്പോൾ അത് കോഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഇത് ഞാൻ റീഡ് ചെയ്യാൻ പോവാണ്. എനിക്ക് റീഡ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് EEPROM ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. EEPROM ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം കൊടുക്കേണ്ട അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കേണ്ടത് എനിക്കിത് എങ്ങോട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് അതാണ്. ഇപ്പോഴത്തെ കണ്ടോ, ഞാൻ ഇത് ഇൻറ്റീജർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പോൾ ഇൻറ്റീജറിലേക്ക് സ്റ്റോർ ചെയ്തു. ഇപ്പോൾ എനിക്കിത് കാണണമെന്നുണ്ടെങ്കിൽ സീരിയൽ ഡോട്ട് പ്രിന്റ് ln സീരിയൽ ഡോട്ട് പ്രിന്റ് ln അതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഇൻറ്റീജർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇതിന് എനിക്കൊരു മെസ്സേജും കൂടെ കൊടുക്കണമെങ്കിൽ സീരിയൽ ഡോട്ട് പ്രിന്റ് ഇൻറ്റീജർ ഹൈഫൺ ഇടുന്നു. ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൽ EEPROM.putഉം EEPROM.getഉമേ ഉള്ളൂ സത്യത്തിൽ ചെയ്യുവാനായിട്ട്. അപ്പോൾ ഇതിന് ഞാൻ ഇനി ഒന്ന് വെരിഫൈ ചെയ്യുന്നു. ഇതൊന്ന് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തു. ഞാൻ സീരിയൽ മോണിറ്റർ എടുത്തു. കണ്ടോ, ഇൻറ്റീജർ 800 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മളിതിൽ നേരത്തെ കയറ്റി വിട്ട ഇൻറ്റീജർ 800 ആയിരുന്നു. നമുക്ക് നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് സാധ്യമല്ലായിരുന്നു. അപ്പോൾ ഇൻറ്റീജർ 800 എന്നും പറഞ്ഞാൽ ഉള്ള രീതിയിൽ കറക്റ്റായിട്ട് പ്രിൻ്റ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. എൻ്റെ അർഡിനോ റീസെറ്റ് ബട്ടൺ ആണ്. അപ്പോൾ അർഡിനോയുടെ പവർ ഓഫായി ഓൺ ആവുന്നു. കണ്ടോ, വീണ്ടും ഇൻറ്റീജർ ആണ്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പ്ലഗ് മാറ്റുന്നു, വീണ്ടും കണക്ട് ചെയ്യുന്നു.
വീണ്ടും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി സീരിയൽ മോണിറ്റർ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സീരിയൽ മോണിറ്റർ എടുക്കുമ്പോൾ കണ്ടോ ഇൻറ്റീജർ എന്നും പറഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് പ്രിൻ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം റീസെറ്റ് ചെയ്താലും വർക്കാവും. അതേപോലെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പ്രോമിൻ്റെ ആ ഒരു ഫീച്ചർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ വലിയൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാൻ 25,000 എന്ന് പറഞ്ഞൊരു ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ആദ്യം ഇതൊന്ന് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിത് കമൻ്റ് ആക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ എന്താ ആദ്യം അപ്ലോഡ് ചെയ്തു, പിന്നെ കമൻ്റ് ആക്കി. ഞാൻ ഇനി സീരിയൽ മോണിറ്ററിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ കണ്ടോ ജസ്റ്റ് ഞാൻ പുഷ് ബട്ടൺ ഞെക്കുന്നു, ആർഡിനോ റീസെറ്റായി. ആ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ഡാറ്റയും കൂടെ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ സ്റ്റോർ ചെയ്യണമെന്ന് കരുതാം. ഓക്കെ, എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫ്ലോട്ട് നമ്പറും കൂടെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഞാൻ ഫ്ലോട്ടാണ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പ്രോം ഡോട്ട് പുട്ട്, അതിൻ്റെ ഉള്ളിൽ അഡ്രസ്സ് എനിക്കിപ്പോൾ അറിയില്ല, പുതിയ അഡ്രസ്സ്. അപ്പോൾ പുതിയ അഡ്രസ്സ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിലവിലത്തെ അഡ്രസ്സ് അതിൽ ചെറിയ മാറ്റം വരുത്തണം. അപ്പോൾ ആ പുതിയ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ ഫ്ലോട്ട് അഡ്രസ്സ് ഞാൻ ഇൻറ്റ് അഡ്രസ്സ് എന്നാക്കാം. ഇൻറ്റ് അഡ്രസ്സ് എന്നാക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഇൻറ്റ് അഡ്രസ്സ് എന്നാക്കുന്നു. അപ്പം ഇവിടെ എനിക്ക് പൊതുവെ ഈ അഡ്രസ്സ് ഇൻറ്റ് അഡ്രസ്സ് ആക്കണമല്ലോ, ഇൻറ്റ് അഡ്രസ്സ് ആക്കുന്നു. പിന്നെ എനിക്ക് ഫ്ലോട്ടിൻ്റെ അഡ്രസ്സ് എനിക്ക് കണ്ടുപിടിക്കണം. അതായത് എനിക്കിവിടെ ഒരു ഇൻറ്റീജർ ഡാറ്റ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഫ്ലോട്ടിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യേണ്ടത് വേറൊന്നുമല്ല. ആദ്യം എനിക്കൊരു ഫ്ലോട്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ടാക്കാം. അഡ്രസ്, ഫ്ലോട്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഡാറ്റ ഇനി കണ്ടുപിടിക്കാൻ പോവാണ്. ഫ്ലോട്ട് അഡ്രസ് ഈക്വൽ ടു ഇൻറ്റ് അഡ്രസ്. ഇൻറ്റ് അഡ്രസ്സിനോട് എന്ത് കൂട്ടണം എന്നുള്ളതാണ് സൈസ് ഓഫ് ഇൻറ്റ്, അല്ലെങ്കിൽ സൈസ് ഓഫ് ഇൻറ്റീജർ. ഇത് സംഗതി വേറൊന്നുമല്ല ഇവിടെ സംഭവിച്ച. ഫ്ലോട്ട് അഡ്രസ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് നമുക്ക് അടുത്ത ബൈറ്റ് എത്രയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോമിൽ ഫ്രീ ആയിരിക്കുന്ന അടുത്ത ബൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ നിലവിലത്തെ ഇനിഷ്യലായ ഇൻറ്റീജർ അഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ സൈസ് ഓഫ് ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ എത്ര ബൈറ്റ് ഡാറ്റ ആവശ്യമാണോ അത് ആഡ് ചെയ്യണം. അപ്പം 0+ ഇൻറ്റീജറിന് വേണ്ട സൈസ് എന്ന് പറയുന്നതായിരിക്കും ആ സ്ഥലം മുതൽ നമ്മുടെ ഫ്ലോട്ടിന് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുട്ടിൻ്റെ അവിടെ ഞാൻ ഫ്ലോട്ട് അഡ്രസ്സ് കൊടുക്കുന്നു. ഫ്ലോട്ട് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലേക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. 96.5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു കോഡ് അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ ഇനി ഇത് കമൻ്റ് ആക്കുകയാണ്. അതേപോലെ ഞാനിവിടെ ഫ്ലോട്ട് നമ്പർ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഈ പ്രോം ഡോട്ട് ഗെറ്റ് അഡ്രസ്സായിട്ട് ഞാൻ കൊടുക്കുന്നത് ഫ്ലോട്ട് അഡ്രസ്. അതിനുള്ളിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ ഫ്ലോട്ട് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ ഈ ഫ്ലോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് സീരിയൽ മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യാണ്. സീരിയൽ ഡോട്ട് പ്രിൻറ്റ് ഫ്ലോട്ട് എന്നുള്ള ഒരു ഇത് കൊടുക്കുന്നു, മെസ്സേജ് കൊടുക്കുന്നു. അതുപോലെ ഈ പ്രോം ഡോട്ട് ഈ പ്രോം അല്ല, സീരിയൽ ഡോട്ട് പ്രിൻറ്റ് ln ഫ്ലോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം ഈ പ്രോമിലേക്ക് നേരത്തെ ഡാറ്റ കയറിയിട്ടുണ്ട്. ആ ഡാറ്റ റീഡ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഞാൻ സീരിയൽ മോണിറ്റർ എടുക്കുന്നു. അപ്പോൾ കണ്ടോ, ഓക്കെ, ഇവിടെ സ്പീഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ ഒരു ഡിലേ കൊടുക്കും. ഡിലേ 1 സെക്കൻഡ് ഡിലേ കൊടുക്കും. ഓക്കെ, ഇനി ഞാനിത് അപ്ലോഡ് ചെയ്യുവാണ്. സീരിയൽ മോണിറ്റർ ഞാൻ എടുക്കുന്നു. സീരിയൽ മോണിറ്റർ എടുക്കുന്നുണ്ടോ 96.50 എന്ന് പറഞ്ഞ വാല്യൂ, അതായത് കണ്ടോ 96.5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ അങ്ങോട്ട് കയറ്റി വിട്ടത്. ഇനി നമുക്ക് ഒരു സ്ട്രിങ് എങ്ങനെ ഈ പ്രോമിലേക്ക് കയറ്റാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോർമലി അറിയാം സ്ട്രിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ബട്ട് ഈ ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്യില്ല. കാരണം സ്ട്രിങ്ങിൻ്റെ ഫണ്ടമെൻ്റലായ ക്യാരക്ടർ അറിയാം, അല്ലെങ്കിൽ
എന്ന ആ ഒരു ക്യാരക്ടർ അറേ എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ എക്സ്പ്ലനേഷൻ കുറച്ച് ഡീപ്പാണ്. അത് ഞാൻ മറ്റൊരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇത് നമുക്കൊരു സ്ട്രിങ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്യാർ നെയിം, ഓക്കെ, നെയിം അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് ഞാൻ കൊടുക്കാം. സ്ട്രിങ് ഇവിടെ സ്മോൾ ലെറ്റർ സ്ട്രിങ് ആണ്. ഇതൊരു ഡാറ്റ ടൈപ്പ് അല്ല, വേരിയബിൾ നെയിം ആണ്. സ്ട്രിങ് ഓഫ്, അതിൽ എത്ര എലമെന്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഞാനിവിടെ 15 കൊടുക്കുന്നു, അല്ലെ 15 അല്ലെങ്കിൽ 16 ഞാൻ കൊടുക്കുന്നു. ഇനിയിപ്പോൾ എനിക്ക് ആ സ്ട്രിങ്ങിന്റെ ഒരു അഡ്രസ്സ് വേണം. അപ്പോൾ സ്ട്രിങ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അഡ്രസ്. അപ്പോൾ സ്ട്രിങ്ങിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ ഞാൻ ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നു. ഇനി നേരത്തെ പോലെ സ്ട്രിങ്ങിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. ഇപ്പം നിലവിൽ ഇൻറ്റീജർ അഡ്രസ് എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഒരു ഇൻറ്റീജറിന് ഉള്ള സ്പേസും നമ്മുടെ EEPROM അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മളൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഇതിന്റെ കൂട്ടത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻറ്റീജർ പ്ലസ് ഫ്ലോട്ടിംഗ് പോയിന്റിനുള്ള സ്പേസ് നമ്മുടെ EEPROM നിലവിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞുള്ള സ്പേസ് എവിടെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് സ്ട്രിങ് അഡ്രസ് ഈക്വൽ ടു നമ്മുടെ നിലവിൽ ഇപ്പം ഫ്ലോട്ട് അഡ്രസ് ആണ്. ഫ്ലോട്ട് അഡ്രസ്സിന്റെ അവിടെയാണ് അവസാനമായിട്ട് നമ്മൾ ഡാറ്റ ഫില്ല് ചെയ്തത്. അപ്പം ഫ്ലോട്ട് അഡ്രസ് പ്ലസ് സൈസ് ഓഫ് ഫ്ലോട്ട്. ഇപ്പം ഇവിടെ ഫ്ലോട്ട് അല്ല, ക്യാപിറ്റൽ ഫ്ലോട്ട്. ഇപ്പം ഇവിടെ സംഭവിച്ച വേറൊന്നുമല്ല, സ്ട്രിങ് അഡ്രസ്സിന്റെ ഉള്ളിലേക്ക് ഫ്ലോട്ട് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ EEPROMന്റെ ഏറ്റവും അവസാനം നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റയാണ്. അതേ പ്ലസ് ഫ്ലോട്ടിന് എത്ര സൈസ് ഉണ്ട് എന്ന് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിങ് അഡ്രസ്സ് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് സ്ട്രിങ്ങിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. അതിനായിട്ട് EEPROM ഡോട്ട് പുട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ കൊടുക്കുക, സ്ട്രിങ് അഡ്രസ് കോമ ഇട്ടിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സ്ട്രിങ് ആണ്. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ CI കോപാറ്റ് എന്നും പറഞ്ഞാണ് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് നമ്മളൊന്ന് എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 ക്യാരക്ടറേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ 16 ആണ് കൊടുത്തത്. ശരിക്കും 16 കൊടുക്കുമ്പോൾ ഒരു സ്പേസ് നൾ ക്യാരക്ടറിന് പോവും. പിന്നെ നമുക്ക് 15 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രിങ് എത്രമാത്രം വലുതാകുന്നോ അതനുസരിച്ച് നമ്മൾ ഇവിടെ സൈസിന്റെ അളവ് കൂട്ടിയിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ പ്രോഗ്രാമിനെ നല്ലപോലെ അഫക്റ്റ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു കോഡ് അർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യുവാണ്. അപ്പം ഓക്കെ, എന്താണ് ഇവിടെ എറർ വന്നിരിക്കുന്നത്? സെമിക്കോളൻ ഇടാൻ മറന്നുപോയതാണ്. ഓക്കെ, ഇത് ഞാനിന്നോട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മുടെ അർഡിനോയുടെ ഉള്ളില് ഈ പ്രോമിന്റെ ഉള്ളില് ഒരു ഇൻറ്റീജർ ഉണ്ട്, ഒരു ഫ്ലോട്ട് ഉണ്ട്, ഒരു സ്ട്രിങ് ഉണ്ട്. ഇപ്പൊ 3 തരം ഡാറ്റ ടൈപ്പ് ഞാൻ കയറ്റി. ഇനി ആ സ്ട്രിങ്ങും കൂടെ എനിക്കൊന്ന് കാണത്തക്ക വിധത്തിൽ ഞാൻ ആക്കാൻ പോവാണ്. EEPROM ഡോട്ട് ഗെറ്റ്, അതിൽ സ്ട്രിങ് അഡ്രസ് കോമ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ EEPROMൽ നിന്നും റീഡ് ചെയ്ത ഡാറ്റ കിട്ടി. ഇനി സീരിയൽ ഡോട്ട് പ്രിന്റ് സ്ട്രിങ് ഈക്വൽ ടു സ്ട്രിങ് ഹൈഫൺ കൊടുക്കുന്നു. എന്നിട്ട് EEPROMന്റെ ആവശ്യമില്ല, നമുക്ക് സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്താൽ സീരിയൽ ഡോട്ട് println സ്ട്രിങ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. പിന്നെ ഞാനിത് ജസ്റ്റ് എൻ്റെ അർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇനിയിപ്പം ഞാൻ എൻ്റെ സീരിയൽ മോണിറ്റർ എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇൻറ്റീജർ, ഫ്ലോട്ട് വാല്യൂ, സ്ട്രിങ്. അപ്പം 3 വാല്യൂ ഇട്ടിട്ടുണ്ട്. എൻ്റെ അർഡിനോ ഞാൻ ഓഫ് ആക്കുന്നു. ഞാൻ പവർ ബട്ടൺ ഞെക്കിയേക്കുവാണ്, കൈവിടുന്നു. കണ്ടോ, വീണ്ടും ആ ഒരു ഡാറ്റ നമ്മുടെ EEPROMൽ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സത്യത്തിൽ EEPROMൽ നമ്മളൊരു 1 ബൈറ്റിൽ കൂടുതൽ ഡാറ്റയും വ്യത്യസ്ത തരം ഡാറ്റ ടൈപ്പും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഉണ്ടാക്കിയ ഡാറ്റ ടൈപ്പ് അല്ലാതെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ആ സ്ട്രക്ചർ ഒക്കെ വേണമെങ്കിൽ EEPROMൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഓർക്കുക, EEPROMൽ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ തവണ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതല്ല.
അപ്പോൾ ഈ പ്രോം ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം എപ്പോഴും. എന്താ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലോ അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പിലോ ഒക്കെ ഈ പ്രോമിന്റെ അകത്തേക്ക് വാല്യൂ ഇടുന്ന രീതിയിൽ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആർഡിനോയിലെ ഈ പ്രോമിന്റെ ലൈഫ് കുറയുന്നതായിരിക്കും. ഈ പ്രോമിന്റെ ഉള്ളിൽ എങ്ങനെ സ്ട്രിങ്, ഇന്റീജർ പോലുള്ള ഏതുതരം ഡാറ്റ വേണമെങ്കിലും സ്റ്റോർ ചെയ്യിക്കാം എന്നുള്ള കാര്യം മനസ്സിലായാൻ ഞാൻ വിശ്വസിക്കുന്നു. എടാ നിന്റെ സംശയമൊക്കെ ക്ലിയർ ആയോ? ആടാ ക്ലിയർ ആയി.